ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ ചാമ്പയ്ക്ക മരത്തുമ്പോൾ കുറച്ച് ചാമ്പയ്ക്കൊക്കെ ഉണ്ട്. രാവിലെ തനു നീച്ചപ്പോൾ ഉളവ് വാശി പിടിച്ചിട്ട് അമ്മ കുറേ ഒന്ന് പൊട്ടിച്ച് കൊടുത്തിരുന്നു കേട്ടോ. ഞാൻ നീച്ചപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നു, അതും കൂടി പൊട്ടിച്ചിട്ട് അവളുടെ ബാഗിലിട്ട് കൊടുത്തു. അതിന് മധുരമൊന്നുമില്ല കേട്ടോ, പുളിയാണിത്. പണ്ട് അച്ചച്ചൻ വന്നപ്പോൾ അച്ചച്ചൻ കുഴിച്ചിട്ട മരമാണിത്. കുറച്ചെന്നെ ഉള്ളൂ കേട്ടോ എനിക്ക് കിട്ടിയത്. ജ്യൂസ് അടിക്കണം പറഞ്ഞോളൂ. അപ്പോഴാണ് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു മിക്സി കേടാണെന്ന്, ജ്യൂസ് അടിക്കണ്ട പറഞ്ഞത്. ഇന്ന് വീട്ടിൽ കർമ്മം കൊടുക്കലാട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ കൊല്ലം ഉണ്ടാവാറുണ്ട്. മരിച്ചുപോയ പിതൃക്കൾക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാമെന്നൊക്കെയാണ് ഇതിന് പറയുക. അങ്ങനെ വൈകുന്നേരം നേരത്താട്ടോ അതൊക്കെ ഉണ്ടാവുക. ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടെന്ന്. ചേച്ചിയും കുട്ടികളും എല്ലാവരും ഉണ്ട് താഴത്ത് തറവാട്ടിൽ. അതിനാവശ്യമായിട്ടുള്ള പൂവും തുളസിപ്പൂവും തെച്ചിപ്പൂവും ഒക്കെ നേരേക്കും കൊണ്ടിരിക്കുക കേട്ടോ അച്ചമ്മ. ഇപ്രാവശ്യം ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ താഴത്തു നിന്നുള്ളവരെ ഒക്കെ വിളിക്കാറുണ്ട്. ഇതൊക്കെ രാത്രി പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാട്ടോ. ചേച്ചി മേലെ പോയിട്ട് ഉരുളി എടുത്ത് തന്നെ പോയിരുന്ന ചിക്കൻ ഉണ്ടാക്കാൻ. ചിക്കനൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ അതിന്. ചേച്ചി ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കാനും ചിക്കൻ കഴുകി വൃത്തിയാക്കണം തിരക്കിലൊക്കെ കേട്ടോ. അമ്മ അടുക്കളയിൽ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷമുള്ളൂ കേട്ടോ നമുക്ക് കഴിക്കാൻ പറ്റുക. അത് കഴിഞ്ഞ് അരി വറക്കുന്നുണ്ട്. ഇതൊക്കെ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ളതാട്ടോ. നെയ്യപ്പവും ചിക്കനും അച്ചാറും കുമ്പളങ്ങ കറിയും ചോറും പപ്പടവും ഇതൊക്കെയാട്ടോ ഇന്ന് വിഭവങ്ങൾ. ഇതൊക്കെ അവിടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാൻ പാടുള്ളൂ. പുഴുക്കും കൂടെ ഉണ്ട് കേട്ടോ. ഇതാ അവിടെ വിളക്കൊക്കെ കത്തിച്ച് പൂജ ആരംഭിച്ചിട്ടുണ്ട്. അകത്ത് ഈ ഭക്ഷണങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊക്കെ പുറത്തിറങ്ങി നോക്കും കേട്ടോ. എന്നിട്ട് വാതിലടയ്ക്കും. 3 പ്രാവശ്യം വാതിൽ കൊട്ടിയതിന് ശേഷമുള്ളൂ ഉള്ളിലേക്ക് കിടക്കുക. അപ്പോഴേക്കും ഇവിടെ വന്ന് അരിയും പൂവൊക്കെ ഇട്ട് തൊഴുതു. അങ്ങനെ ഉള്ളിലെ ഇതും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഇങ്ങനത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.